ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വീണവരെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, ഇരുളിൽ പ്രകാശം പരത്തുന്ന പ്രത്യാശയുടെ ഒരു അഭിഷേക വചനമിതാ. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് നയിക്കുമെന്ന വാഗ്ദാന വചനമിതാ നമ്മളിൽ സംഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, വീണുപോയവരെ കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. ജീവിതത്തിൻ്റെ ചില തകർച്ചകളിൽ, ചില പാപബന്ധനങ്ങളിൽ, ചില തഴക്കദോഷങ്ങളിൽ, ചില ദുശീലങ്ങളുടെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയാണോ? ഇതാ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്നെ കൈപിടിച്ചുയർത്തും. നിന്റെ ഇരുട്ടിൽ ഇനി മുന്നോട്ട് നടക്കുവാനായി നിനക്കൊരു കാലെടുത്ത് വെക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അന്ധകാരമായിരിക്കുന്ന ജീവിത വഴികളിൽ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രകാശം പരത്തും. നിന്റെ വഴികളെ പരിശുദ്ധാത്മാവ് പ്രകാശപൂരിതമാക്കും. പ്രിയമുള്ളവർ, എത്ര പ്രത്യാശ നൽകുന്ന വചനം! ജീവിതത്തിൽ ഏറ്റവും പതനത്തിലായിരിക്കുന്ന വ്യക്തിയെയും കർത്താവ് കൈവിടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനത്തിലൂടെ. തൊട്ടടുത്ത വചനത്തിൽ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് നിലകൊള്ളും അവന് വേണ്ടി. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടെങ്കിലും ഗോഡ് വിൽ സ്റ്റാൻഡ് ഫോർ യു. ദൈവം നിനക്ക് വേണ്ടി നിലകൊള്ളുന്നവനായിട്ട് നിന്റെ കൂടെ ഉണ്ടാകും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെ നയിക്കുന്ന വലിയൊരു ശക്തി. പ്രിയമുള്ളവരെ, വീണ് കിടക്കുകയാണോ? പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് കൈപിടിച്ച് ഉയർത്തുന്നേ. അന്ധകാരമാണോ? മുന്നിലേക്ക് എങ്ങനെ പോകുമെന്നുള്ള അസ്വസ്ഥതകളിലാണോ? പരിശുദ്ധാത്മാവിനെ വിളിക്ക്. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പുതിയ വഴികൾ, പ്രകാശത്തിൻ്റെ വഴികൾ നമുക്ക് കാണിച്ചു തരും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ജീവിതത്തിൽ ഒത്തിരി പാപമേഖലകളിലൂടെ വീണു പോയിട്ടുണ്ട്. ചില ദുശീലങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ചില തഴക്കദോഷങ്ങൾ, ആവർത്തിച്ച് ചെയ്യുന്ന തിന്മയുടെ ബന്ധനങ്ങളിൽ ഞാനിതാ കുടുങ്ങിക്കിടക്കുക. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ എന്നെ കൈപിടിച്ച് ഉയർത്തണമേ. എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരമായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും എടുത്തു മാറ്റി പ്രകാശം പരത്തുന്ന ഒരനുഭവത്തിലേക്ക്, ഒരു പുതുജീവിതത്തിലേക്ക് നാഥാ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ. ഞങ്ങളുടെ ഇന്നിൻ്റെ എല്ലാ ജീവിത മേഖലകളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അങ്ങയുടെ വലിയ കൃപയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും